ഈ ഒരു നവംബർ മാസത്തിൽ നമുക്ക് ക്ഷേമ പെൻഷനായിട്ട് 3600 രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവുക. അതായത് ഇപ്പോൾ ഈ ഒരു മാസത്തെ 2000 രൂപയും അതോടൊപ്പം തന്നെ മുൻപുള്ളൊരു മാസത്തെ പെൻഡിങ് എമൗണ്ട് ആയിട്ടുള്ള 1600 ചേർത്തിട്ട് 3600 ആയിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നത്. ഈ ഒരു എമൗണ്ടും കൂടി എത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇതുവരെയുള്ള എല്ലാ പെൻഡിങ് എമൗണ്ടും നമുക്ക് തന്നു തീർന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് 5 മാസത്തെ പെൻഡിങ് എമൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഓണം കൂടി പ്രമാണിച്ച് ആ ഒരു 4 മാസത്തെ പെൻഡിങ് എമൗണ്ടും തന്നു തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മാസത്തെ ആ ഒരു പെൻഡിങ് എമൗണ്ട് കൂടിയേ ഉള്ളൂ. അത് ഈ ഒരു നവംബർ മാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടും കൂടി തന്നു തീർക്കും. അതും കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെയുള്ള എല്ലാ കുടിശ്ശിക ആയിട്ടുള്ള പെൻഡിങ് എമൗണ്ടും അവർ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല നവംബർ മാസം മുതൽ നമുക്ക് 2000 രൂപയായിരിക്കും പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടുന്നത്. എന്നാൽ ആ ഒരു പെൻഡിങ് എമൗണ്ട് നമുക്ക് 1600 തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് 3600 രൂപയാണ് ഈ ഒരു നവംബർ മാസത്തിൽ ഈ ഒരു പെൻഷൻ തുകയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. ഈ ഒരു നവംബർ മാസം 20-ാം തീയതിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലോട്ടും എത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ എത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷമായിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു പെൻഷൻ എമൗണ്ട് 2000 രൂപ ആക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇനി ഈ ഒരു പെൻഷൻ കിട്ടുമെന്നൊരു രീതിയിൽ റിപ്പോർട്ടല്ല. അതായത് നിങ്ങളുടെ ആ ഒരു അർഹതയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നത്. അതുമാത്രമല്ല ഈ ഒരു വർഷം ഒരുപാട് പേരാണ് പുതിയതായിട്ട് പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇത് നോക്കി, അതുപോലെ ചിലർക്കൊക്കെ ഇപ്പോൾ 2 പെൻഷൻ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെൻഷൻ കട്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചിലരിപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടായിരിക്കും, അതുപോലെ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പെൻഷനായിരിക്കും നിങ്ങൾക്ക് ഇനി തൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതായത് നിങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമായിരിക്കും അങ്ങനെയുള്ളവർക്കും തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ കിട്ടുക. സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. അതുപോലെ തന്നെ ഇതുവരെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ മുഖാന്തരം പോയി മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. അങ്ങനെയും കൂടി നിങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി തൊട്ട് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുക. 1 ലാഖിന് എബോവ് ആണ് നിങ്ങളുടെ വാർഷിക വരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് പെൻഷൻ കിട്ടില്ല എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരോടൊക്കെ വരുമാന രേഖ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ മുഖാന്തരം അതും കൂട്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അങ്ങനെയുള്ളവർക്കും ഈ ഒരു പെൻഷൻ മുടങ്ങുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എല്ലാവർക്കും വരുമാന രേഖ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ആ ഒരു രേഖ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിന് അർഹത നോക്കിയതിന് ശേഷം പുതിയ ലിസ്റ്റ് എടുത്തിട്ട് ആ ഒരു ലിസ്റ്റ് പ്രകാരമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഓരോരുത്തർ എത്തുകയും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അർഹത ഉണ്ടോ ഇല്ലയെന്ന് അവർ തീരുമാനിക്കുക. അത് പ്രകാരം ആ ഒരു ലിസ്റ്റ് എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അവർ എത്തത്തുള്ളൂ. അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും ഫോണിൽ പുതിയൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് പ്രകാരം നിങ്ങൾക്ക് എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നുണ്ടോ, അതുപോലെ പെൻഷൻ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട് എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു മെസ്സേജിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു പെൻഷനിൽ ആ ഒരു പെൻഷൻ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ആ ഒരു ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിലോട്ടായിരിക്കും ഈ ഒരു മെസ്സേജ് വരിക. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള ആ ഒരു പെൻഷൻ്റെ കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്ററിങ് കാര്യങ്ങളും ഉറപ്പായിട്ട് ചെയ്താൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്